നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്നൊരു നാടകം കളിച്ചു. പിണറായി വിജയന്റെ തിരക്കഥയായിരുന്നു അത്. ഭംഗിയായിട്ടാണ് റിയാസ് അവതരിപ്പിച്ചത്. മറ്റൊന്നുമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിലെത്തി ചില പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തിയിരുന്നു. എന്നാൽ ഞാൻ പങ്കെടുക്കേണ്ട ചടങ്ങായിരുന്നു. വകുപ്പ് മന്ത്രിയായ എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് വരെ കസേര ഇട്ടുകൊടുത്തു. എന്നിട്ടും എന്നെ ഒഴിവാക്കി എന്നും പറഞ്ഞുകൊണ്ട് രാവിലെ മുതൽ ചാനലിന്റെ മുൻപിലെല്ലാം കരഞ്ഞ് നിലവിളിക്കുകയായിരുന്നു ഈ പറയുന്ന മുഹമ്മദ് റിയാസ്. സത്യത്തിൽ എന്തായിരുന്നു ആ സംഭവത്തിൽ നടന്നത്? അതിന് മറ്റൊരു കാര്യവും കൂടിയുണ്ട്. മോദി ഈ പറയുന്ന പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തിയപ്പോൾ ഒരു ബദൽ ഉദ്ഘാടനം നടത്തി മാധ്യമങ്ങളിൽ നിറയുകയും ചെയ്തിരുന്നു മുഹമ്മദ് റിയാസ്. ഈ ബദൽ ഉദ്ഘാടനവും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൻ്റെ വിഷമവുമൊക്കെ മുഹമ്മദ് റിയാസ് പങ്കുവച്ചിരുന്നു മാധ്യമങ്ങളോട്. സത്യത്തിൽ എന്താണ് ഇതിൽ സംഭവിച്ചത്? അതായത് ഈ കൃത്യമായ തിരക്കഥയിൽ പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പങ്കുണ്ട്. അതായത് CPM-ഉം BJP-യും തമ്മിൽ ഒരു കാലത്തും സന്ധി ചേരാൻ പോകുന്നില്ല, അവർ ശത്രുക്കളാണ് എന്ന് കാണിക്കാനുള്ള ഒരു കാട്ടിക്കൂട്ടൽ. അതാണ് ഇന്നത്തെ ഈ സംഭവത്തോടെ നടന്നത്. അല്ലെങ്കിൽ തന്നെ ഒന്ന് ഓർത്തു നോക്കുക. മോദി പങ്കെടുത്ത ഈ പരിപാടിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് ക്ഷണമുണ്ടായിരുന്നു. മന്ത്രിമാരായ MP രാജേഷ്, കൃഷ്ണൻകുട്ടി ഇവർക്കും ക്ഷണമുണ്ടായിരുന്നു. പക്ഷേ വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിനെ മാറ്റി നിർത്തി. മുഹമ്മദ് റിയാസിനെ എന്തുകൊണ്ട് മാറ്റി നിർത്തി? കാരണമുണ്ട്. ഈ വിഷയം വിവാദമായി കിടന്നങ്ങ് കത്തണമെങ്കിൽ, ചാനലുകളിൽ മുഴുവൻ നിറയണമെങ്കിൽ മുഹമ്മദ് റിയാസ് വേണം. മുഖ്യമന്ത്രിയുടെ മരുമകനെ തന്നെ മോദി ഈ പരിപാടിയിൽ നിന്ന് അങ്ങ് വെട്ടി എന്നുള്ള ഒരു ചിത്രം ഉണ്ടാക്കിയെടുക്കണം. അതിനെ MP രാജേഷിനെ ഒന്നും മാറ്റി നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. മുഹമ്മദ് റിയാസ് തന്നെ വേണം. പക്ഷേ മുഹമ്മദ് റിയാസിനെ ഈ പരിപാടിയിൽ നിന്ന് മോദി മാറ്റി നിർത്തിയപ്പോഴത്തേക്ക്, പ്രധാനമന്ത്രിയുടെ ഓഫീസ് മാറ്റി നിർത്തിയപ്പോഴത്തേക്ക് ഇവിടെ വലിയ കൂട്ടയടിയായിരുന്നു സൈബർ ഇടത്തിലും അല്ലാതെയും നടന്നത്. CPM-ന്റെ നേതാക്കളും അണികളും എല്ലാവരും കൂടി സോഷ്യൽ ഇടം കത്തിക്കുകയായിരുന്നു. നാണമില്ലാത്തവന്മാർ, ഞങ്ങളുടെ സർക്കാർ നടപ്പാക്കിയ പദ്ധതി വന്ന് ഉദ്ഘാടിച്ചിട്ട് ഞങ്ങളുടെ മന്ത്രിയെ പങ്കെടുപ്പിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ BJP-ക്കാരെ അങ്ങ് അടപടലം തെറി വിളിക്കുകയായിരുന്നു. തൊട്ടിപ്പുറത്തേക്ക് BJP-ക്കാരാകട്ടെ CPM-നെ പൊളിച്ചടുക്കി, CPM-നെ ട്രോളിക്കൊണ്ട് അയ്യേ ഞങ്ങളുടെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുടെ മരുമകനെ തന്നെ മാറ്റി നിർത്തിയെന്നും പറഞ്ഞുകൊണ്ട് വീമ്പിളക്കിക്കൊണ്ട് സൈബർ ഇടത്തിൽ നിറഞ്ഞു. അങ്ങനെ CPM-ഉം BJP-യും തമ്മിൽ മുട്ടനടിയായിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കൂട്ടരുടെയും അണികൾ ലോക പൊട്ടന്മാരാണെന്ന് പറയേണ്ടി വരും. ഇതൊരു കൃത്യമായ അജണ്ടയും നാടകം കളിയുമാണ്, ഒത്തുകളിയാണെന്ന് പറയണം. കാര്യം എന്താണെന്ന് അറിയാമോ? നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. ഇവിടെ കുറെ കാലങ്ങളായിട്ട് ഒരു പിണറായി സർക്കാരിനും CPM-നും നേരെയുള്ള ഒരു അപവാദമുണ്ട്. അതായത് മോദിയെ കാണുമ്പോൾ പിണറായി നട്ടല് വളയ്ക്കും, BJP-യുമായിട്ട് CPM-ന് ബാന്ധവമുണ്ട് എന്ന്. ബ്രിഡ്ജാസ് അങ്ങ് കേന്ദ്രത്തിൽ ഒരു പാലമിട്ടതൊക്കെ ഓർമ്മയില്ലേ? അതെല്ലാം കുറെ കാലങ്ങളായി CPM നേരിട്ടുകൊണ്ടിരിക്കുന്ന അപവാദങ്ങളാണ്. എന്നാൽ ആ അപവാദത്തിൽ നിന്ന് ഒന്ന് തടി തപ്പണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണല്ലോ. അപ്പോൾ തടി തപ്പാൻ നോക്കിയപ്പോൾ കിട്ടിയ ഒരു വഴിയാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് മോദി വരുന്നു, എന്നാൽ പിന്നെ ഒരു വിവാദം ഉണ്ടാക്കി ഞങ്ങൾ BJP-യുമായിട്ട് പൊരിഞ്ഞ പോരാണെന്ന് കാണിക്കാം എന്ന് കരുതിക്കൊണ്ട് മുഹമ്മദ് റിയാസിനെ തന്നെ പരിപാടിയിൽ നിന്ന് അങ്ങ് മാറ്റി നിർത്തുന്നു. ആർക്ക് സംശയമൊന്നുമില്ലല്ലോ അല്ലേ? അതാണ് ഇന്ന് നടന്ന നാടകം കളി. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ഓർത്തു നോക്കണം, കേരളത്തിൽ ഏതെല്ലാം പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിട്ടുണ്ട്? അന്ന് എപ്പോഴെങ്കിലും ഈ പറയുന്ന പിണറായിയെ വെറുപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും മോദിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടോ? തിരികെ മോദിയെ ചൊടിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും പിണറായിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇരുവരും ചില വിമർശനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും എന്നല്ലാതെ അതിര് വിട്ടുപോകുന്ന രീതിയിൽ മോദിയെ ഇന്നേ വരെ പിണറായി വിമർശിച്ചിട്ടില്ല, പിണറായിയെ ഇന്നേ വരെ മോദിയും വിമർശിച്ചിട്ടില്ല. ഡൽഹിയിൽ പോകുമ്പോൾ മോദിയെയും അമിത്ഷായെയും ഒക്കെ കണ്ടില്ലെങ്കിൽ പിണറായിക്ക് അങ്ങോട്ട് ഉറക്കം വരത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഡൽഹിക്ക് പോകുന്നത് ഇരുവരെയും കാണാനൊക്കെ തന്നെയാണ്. കാരണം കുടുംബത്തിൽ അല്ലറ ചില്ലറ കേസുകളും പൊട്ടും പൊടിയും ഒക്കെ ഉണ്ടല്ലോ. അതിൽ നിന്നൊക്കെ ഒന്ന് തടി തപ്പണമെങ്കിൽ കേന്ദ്രത്തിന്റെ കാല് പിടിച്ചേ മതിയാകൂ. അപ്പോൾ ഇങ്ങനെ ഒരു വഴി തുറന്നു കിട്ടിയപ്പോൾ ഞങ്ങൾ BJP-യുമായിട്ട് കട്ടപ്പോരിലാണെന്ന് കാണിക്കാൻ അവസരം അങ്ങ് വിനിയോഗിച്ചു എന്നുള്ളതാണ്. ഈ അണികൾ മണ്ടന്മാർക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ലെന്ന് മാത്രം. ഇനിയിപ്പോൾ മനസ്സിലായാലും അവർക്ക് മൗനം പാലിച്ചേ മതിയാകൂ. കാരണം നേതാക്കന്മാരുടെ ഒത്തുകളിക്ക്
വിമർശനം ചൊരിയാൻ പോയി സ്വയം നാറേണ്ട കാര്യമില്ലല്ലോ. അതാണ് സംഭവിച്ചിരിക്കുന്നത്. BJPയുടെ കൃത്യമായ ഒരു അജണ്ടയുണ്ട്. അവർക്ക് കോൺഗ്രസ് മുക്ത ഭാരതമാണ് ആവശ്യം. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസിനെ അപ്രത്യക്ഷമാക്കുക, ദുർബലമാക്കുക. ഈ മൂന്നാം തവണ ഇവിടെ കേരളത്തിൽ പിണറായി അധികാരത്തിൽ വരാൻ മോദിയും BJPയും കൃത്യമായ കളി നടത്തും. കാരണം അവർക്ക് കോൺഗ്രസ് അധികാരത്തിൽ വരരുത്. CPM വീണ്ടും അധികാരത്തിൽ വന്നാലും BJPക്ക് പ്രശ്നമില്ല, കോൺഗ്രസ് വരരുത്. അതുതന്നെയാണ് അവരുടെ ലക്ഷ്യവും. പലയിടത്തും തെരഞ്ഞെടുപ്പുകളിൽ CPMന് BJPയുടെ വോട്ടുകൾ ഒഴുകാറുണ്ട്. അതൊന്നും പക്ഷേ ഇവിടെ ചർച്ചയാകാറില്ലെന്ന് മാത്രം. എന്തായാലും അങ്ങനെ കൃത്യമായ ഒരു ഒത്തുകളി ഇന്ന് ഈ റോഡ് ഷോ നടന്നപ്പോഴും ഉദ്ഘാടന മാമാങ്കം നടന്നപ്പോഴും നടന്നിരുന്നു. എന്നിട്ട് മുഹമ്മദ് റിയാസിന്റെ ഒരു കരച്ചിൽ എന്തായിരുന്നു? എന്നെ പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തിയേ, വകുപ്പ് മന്ത്രിയായ എന്നെ വെട്ടിയേ, ഞാൻ ബദൽ ഉദ്ഘാടനം നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ചാടി പുറപ്പെടുകയായിരുന്നു. മാധ്യമങ്ങളിൽ മുഴുവൻ നിറഞ്ഞതും അതുതന്നെയാണ്. കാസർകോട്ടെ ദേശീയപാത ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CH കുഞ്ഞമ്പുവാണ് മുഹമ്മദ് റിയാസിന് പിന്തുണ പ്രഖ്യാപിച്ചത്. വെങ്ങളത്ത് മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ റോഡ് ഷോയും നടത്തിയിരുന്നു. കേന്ദ്രത്തിന് രാഷ്ട്രീയമായ അന്ധത ബാധിച്ചതിന്റെ തെളിവാണ് ഈ നടപടിയെന്ന് ഉദ്ഘാടന വേദിയിൽ വെച്ച് കുഞ്ഞമ്പു രോഷത്തോടെ പ്രതികരിച്ചത്. UDF കാലത്ത് ഭൂമി ഏറ്റെടുക്കാൻ കഴിയാതെ ഉപേക്ഷിച്ചു പോയ പദ്ധതിയാണിതെന്നും അന്ന് ദേശീയപാത അതോറിറ്റി കേരളത്തിൽ ഈ പദ്ധതി വേണ്ടെന്ന് പറഞ്ഞ് മടങ്ങിയതാണെന്നും MLA പറഞ്ഞു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതോടെയാണ് പദ്ധതിക്ക് പുനർജീവൻ ലഭിച്ചതെന്നും MLA കൂട്ടിച്ചേർത്തു. ഇന്ത്യയിൽ ഒരിടത്തും നൽകാത്ത വിധം ഭൂമിയുടെ മാർക്കറ്റ് വിലയുടെ 4 ഇരട്ടി നൽകിയാണ് സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്തതെന്നും ഇതിനായി കിഫ്ബിയിൽ നിന്ന് 6000 കോടി രൂപ കേന്ദ്രത്തിന് നൽകിയെന്നും കുഞ്ഞമ്പു വ്യക്തമാക്കി. MLA മാരെയും സംസ്ഥാന മന്ത്രിമാരെയും അവഗണിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും കുഞ്ഞമ്പു പറഞ്ഞു. ഈ കുഞ്ഞമ്പു ഉൾപ്പെടെയുള്ള MLA മാർക്കും മറ്റ് നേതാക്കന്മാർക്കും CPMന്റെ പ്രവർത്തകർക്കും ഈ ഒത്തുകളി മനസ്സിലാകാഞ്ഞിട്ടാണോ അതോ ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷേ നിവൃത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷയം ഇട്ടുമാറ്റുന്നതാണോ എന്നറിയില്ല. എന്തായാലും ഇന്നത്തെ നാടകം കളി ഗംഭീരമായിരുന്നു. പിണറായിക്ക് മോദിയുമായി അടുത്ത ബന്ധമാണുള്ളത്. അത് നമ്മൾ എത്രയോ തവണ ഇതിനു മുൻപ് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും കേരളത്തെ അങ്ങ് പൊട്ടന്മാരാക്കാൻ ഇരുവരും കൂടി നടത്തുന്ന ആ നാടകം കളിയുണ്ടല്ലോ, അതിനൊരു ഓസ്കാർ വേണ്ട, ഒരു തെക്കേടത്തമ്മ പുരസ്കാരമെങ്കിലും കേരളം കൊടുക്കണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.